ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഞായറാഴ്ച. ഫിലോസഫി അടിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഗംഭീരമായിട്ടുള്ള ഹെവി വെയ്റ്റ് ബോക്സിംഗ് വാർത്തകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അലക്സാണ്ടർ ഉസീക് വേഴ്സസ് ടൈസൺ ഫ്യൂറി എന്ന ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്. ഓക്കെ, ഉസീക് ആൻഡ് ഫ്യൂറി. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വേനൽക്കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ. നല്ല മഴ നടക്കട്ടെ, മഴ നടക്കട്ടെ. വെയിലാണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളും, മഴയാണെങ്കിൽ മഴ കൊള്ളും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ജീവിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ. അപ്പോൾ ഇത് ഉസീക് വേഴ്സസ് ഫ്യൂറി. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ മാർഷൽ ആർട്സ്, കോമ്പാറ്റ് സ്പോർട്സ്, അതാണ് ആകെയുള്ള ഒരു ആശ്വാസം. അതുപോലെ തന്നെ ഈ ഫ്യൂറി ഉസീക് നല്ലൊരു ആശ്വാസമായിരുന്നു, നല്ലൊരു ടൈം പാസ്സായിരുന്നു. നമുക്ക് ലൈവ് കാണാൻ പറ്റിയില്ല, കാരണം ഇത് DAZN അല്ലേ, അങ്ങനല്ലേ, അവരാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ലൈവ് എടുക്കണം, കാശൊക്കെ കൊടുക്കണം. നമ്മൾ പക്ഷെ പിന്നീട് കാണും. ഈ DAZN തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും അവരല്ലേ, നമുക്കത് പോലെ അറിയാം. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3-4 ബെൽറ്റുകളുണ്ട്. എന്നാൽ WBA, ഇപ്പോൾ കാണാപ്പടം പഠിക്കാൻ എനിക്ക് പരീക്ഷയൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു 3-4 സംഘടനകളുണ്ട്, അവരുടെ 4 ബെൽറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചാമ്പ്യൻ, ഒരു ബെൽറ്റിൻ്റെ ഒരു സംഘടനയുടെ ചാമ്പ്യൻ ഫ്യൂറിയാണ്, മറ്റ് 3 സംഘടനകളുടെ ചാമ്പ്യൻ ഉസീക് ആയിരുന്നു. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഈ രണ്ടുപേരും ഏറ്റുമുട്ടി 12 റൗണ്ട്സ് ഇവർ ഫൈറ്റ് ചെയ്തു. ആര്? ഉസീക്കും ഫ്യൂറിയും. അപ്പോൾ ഞാൻ പല കമൻറ്റുകളും ശ്രദ്ധിച്ചു. ഫ്യൂറി പഴയ ആളല്ല, ഫ്യൂറി ഇപ്പം ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ന്യൂസ് എന്താണെന്ന്, വാർത്ത എന്താണെന്ന് പിടികിട്ടിയില്ല. നമ്മുടെ ഉസീക് യുക്രൈനിയൻ ഫൈറ്ററാണെന്ന് തോന്നുന്നു. ഉസീക് ജയിച്ചു, ഉസീക്കാണ് ചാമ്പ്യൻ. അപ്പോൾ അതിന് ആദ്യമുള്ള ഒരു കൺഗ്രാജുലേഷൻസ്. കാരണം അതിനെ പറഞ്ഞോളട്ടെ, ഉസീക് ഹൈറ്റിൽ വളരെ കമ്മിയാണ്, പക്ഷേ അതൊരു ഘടകമല്ല. ഹൈറ്റ് ഫൈറ്റിങ്ങിലൊരു ഘടകമല്ല. പക്ഷേ എങ്കിൽ കൂടി നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഫ്യൂറി നല്ല ടോളാണ്. ഇനിയും അതുപോരാഞ്ഞിട്ട് നല്ല വെയിറ്റ് ഡിഫറൻസും ഉണ്ടായിരുന്നു. ഫ്യൂറി ഭയങ്കര ഭാരമായിരുന്നു, ഉസീക് അത്രയും ഭാരമില്ലായിരുന്നു. അപ്പം എങ്കിൽ കൂടി ഉസീക് ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഹൈറ്റ് വെയിറ്റ് സ്കിൽ വെച്ച് നോക്കുമ്പോൾ സ്കില്ലിനാണല്ലോ പ്രാധാന്യം. പക്ഷേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 12 റൗണ്ട്സ് ഒരു ഉഗ്രൻ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ പോരാട്ടം തന്നെയായിരുന്നു. ഈ നാട്ടുകാർ പറയുന്ന പോലെ, നാട്ടുകാർ പറഞ്ഞാൽ എഴുതി തള്ളുമല്ലേ, ഫ്യൂറി പഴയ ഫ്യൂറി അല്ല, ഫ്യൂറി ടൈസൺ ഫ്യൂറി എഴുതി തള്ളി. ഫ്യൂറി പോക്കാണ്, ഫ്യൂറി അതാണ്, ഫ്യൂറി വല്ല. ഇവരൊന്നും ഫൈറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇവരൊന്നും ഒരിക്കൽ പോലും റിങ്ങിൽ കയറി ഫൈറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്നത്. ജയവും തോൽവിയും ഇതാണ്, ജയവും തോൽവിയും അതിൻ്റെ പാർട്ടാണ്. ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതൊരു കളിയായിരുന്നു, ഫൈറ്റായിരുന്നു. ഫ്യൂറി തോറ്റു. സൗദി അറേബ്യയിൽ വെച്ചാണ് കളി നടന്നത്. അപ്പം എപ്പോഴത്തെ പോലെ സൗദി അറേബ്യ, അബുദാബി ഇപ്പോൾ ഒരു ഫൈറ്റ് ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീര ലൊക്കേഷനാണ്, അവർ ഗംഭീരമായിട്ടാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാനൊക്കെ നമ്മളിത് കാണുമ്പോൾ. പിന്നെ കൺഗ്രാജുലേഷൻ ടു DAZN. ഈ പറയുന്നവർ നല്ല ഫൈറ്റ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പോരാടി 12 റൗണ്ട്സ് പോരാടി ഉസീക് ഈ മത്സരം ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ റീക്യാപ്പ് കാണുമ്പോൾ, ഹൈലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് നല്ല ക്ലോസ് പോരാട്ടമായിരുന്നു. പല റൗണ്ടുകളും ഫ്യൂറി ജയിച്ചു, പല റൗണ്ടുകളും ഉസീക്കും ജയിക്കുന്നുണ്ടായിരുന്നു. അതിൽ ശ്രദ്ധിക്കുക, 9ാമത്തെ റൗണ്ടാണ് ഏറ്റവും ആ ഒരു വഴിത്തിരിവായത്. ആ 9ാമത്തെ റൗണ്ടിൽ ഉസീക് ഫ്യൂറിനെ ഇടിച്ച് കളഞ്ഞു. ഇടിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് റെഫറി കയറി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഫ്യൂറി താഴെ പോയേനെ. അതായത് ഇതിപ്പോൾ ഒരു സ്പ്ലിറ്റ് ഡിസിഷനാണല്ലോ. എന്തുകൊണ്ട് ഈ സ്പ്ലിറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ 3 ജഡ്ജസ്, അതിൽ 2 ജഡ്ജസ് ഉസീക്കിന് അവാർഡ് ചെയ്തു കളി, 1 ജഡ്ജ് ഫ്യൂറിക്ക് അവാർഡ് ചെയ്തു കളി. അതാണ് സ്പ്ലിറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആര് ജയിച്ചു? 2 ജഡ്ജ് ഉസീക്കിന് കൊടുത്തില്ല, അങ്ങനെ ഉസീക്ക് ജയിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ആ 9ാമത്തെ റൗണ്ടിലുണ്ടല്ലോ, റെഫറി കയറി ഇടപെട്ടു. നമ്മളതിനെ പറയല്ല, എന്നാലും ശരിക്കും ഇടിമേടിച്ചു കേട്ടോ. ആ 9ാമത്തെ റൗണ്ടിൽ ഫ്യൂറി ശരിക്കും ഇടിമേടിച്ചു. ഓൾമോസ്റ്റ് ടൈസൺ ഫ്യൂറി താഴെ പോയേനെ. കാരണം ഫ്യൂറി അങ്ങ് പറപ്പിക്കുമായിരുന്നു, ഇടിച്ചങ്ങ് പറപ്പിക്കുമായിരുന്നു.
പുള്ളിക്ക് സൈസ് ഇച്ചിരി കമ്മിയാണെന്നേ ഉള്ളൂ ഈ ഒരു ഉസീക്കിന്, പക്ഷേ നല്ല പവറാണ് കേട്ടോ, നല്ല പവർ. എസ്പെഷ്യലി ആ ലെഫ്റ്റ് ഹാൻഡിനൊക്കെ ഭയങ്കര പവറാണ്. റൈറ്റും കമ്മിയൊന്നുമല്ല, പക്ഷേ എന്നാലും നല്ല ഫാസ്റ്റുമാണ്. ഒരുപക്ഷെ വെയിറ്റ് കമ്മിയായതുകൊണ്ടായിരിക്കും. അപ്പം ഫ്യൂറിനെ ഇടിച്ചങ്ങ് പറപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ റെഫറി ഇടപെട്ടില്ലായിരുന്നു. റെഫറി ഡ്യൂട്ടി ആണല്ലോ ഇടപെടുക എന്നുള്ളത്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നി ഫ്യൂറി ഇപ്പോൾ താഴെ പോയി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 9ാമത്തെ റൗണ്ട് ഒരു വഴിത്തിരിവായി പോയി. അവിടെയാണ് ഉസീക്ക് പൊളിച്ചു കളഞ്ഞു, കൊന്നു കളഞ്ഞു ഫ്യൂറിനെ. പിന്നെ ബാക്കി റൗണ്ടുകളൊക്കെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ചില റൗണ്ടുകൾ ഞാൻ പറഞ്ഞ പോലെ ചില റൗണ്ടുകൾ ഫ്യൂറിക്ക്, ചില റൗണ്ടുകൾ ഉസീക്കിന്. അങ്ങനെ നല്ലൊരു കളിയായിരുന്നു, നല്ലൊരു ഫൈറ്റായിരുന്നു. ഈ പറയുന്ന പോലെ ഫ്യൂറിനെ അങ്ങനെ എഴുതിത്തള്ളാൻ ഇപ്പോൾ റീമാച്ച് വരും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ ഒരു ഫൈറ്ററിനെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. പോയി ഇതാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനല്ലേ. ഓൺലൈനാകുമ്പോൾ മനുഷ്യരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഫൈറ്റ് ചെയ്യണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഇരുന്ന് സോഫയിലിരുന്ന് പുലമ്പിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പം നല്ലൊരു ടൈം പാസ്. താങ്ക് യു. അപ്പം ഞാൻ താങ്ക് യു ഫോർ ഉസീക്ക്, താങ്ക് യു ഫോർ ഫ്യൂറി. ഇതുപോലുള്ള ഫൈറ്റുകൾ ഇനിയും വരട്ടെ, നമുക്ക് ടൈം പാസ്സാണ്. ഓക്കെ, ബൈ ഗൈസ്.